ഞങ്ങളുടെ ഉമ്മാക്ക് 60 വയസ്സായി. ഹജ്ജിന് പോയി, ഉംറയ്ക്കും പോയി, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നിസ്കരിക്കില്ല. ഈ ഉമ്മയുടെ അമലുകൾ സ്വീകരിക്കുമോ? യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം ആ ഉമ്മാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഹജ്ജിന് പോകുന്നത് ജനങ്ങളൊക്കെ പൊതുവിലൊരു ചർച്ച ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഹജ്ജിന് പോയില്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ, ഇത്രയും സമ്പത്തില്ലേ, ഇത്രയും മക്കളൊക്കെ ഇല്ലേ, അപ്പോൾ ഒന്ന് പോയി കാണണ്ടേ. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ ആ മക്കയും മദീനയൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം, എല്ലാവരും പോകുന്ന ഗൾഫ് ടൂർ പോകുന്ന പോലെ അങ്ങനെ പോയതായിരിക്കാം. യഥാർത്ഥത്തിൽ അവിടെ പോയി ആ അമലുകൾ അള്ളാഹുവിൽ അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഉമ്മയാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ആ 5 നേരത്തെ നമസ്കാരം അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിനുശേഷം വീണ്ടും ഉംറയ്ക്ക് പോയി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിസ്കാരം മാത്രം കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പുണ്യ അമലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കോടതിയിൽ വലിയ അദാബ് നേരിടേണ്ടി വരും. അത് മക്കളോ കുടുംബക്കാരോ അല്ലെങ്കിൽ ഗൗരവമുള്ള ആ നാട്ടിലുള്ള അറിവുള്ളവരോ ആ ഉമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോകും. നമസ്കാരമാണ് പരലോകത്ത് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരിലും അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരിലൊക്കെ പലരും ആ നമസ്കാരത്തിന് അത്ര പ്രാധാന്യതയും ഗൗരവവും കൊടുക്കാത്തവരാണ്. തീർച്ചയായും നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. ഒരു മുസൽമാനെയും ഒരു അവിശ്വാസിയെയും വേർതിരിച്ചറിയുന്നത് നമസ്കാരത്തിലൂടെയാണ്. നമസ്കാരം എന്ന ഇസ്ലാമിൻ്റെ തൂണായ നാഡീനരമ്പായ ആ ഒരു ഇബാദത്തിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് പോകാം എന്ന് ഒരു സാധാരണ വിശ്വാസിയായ മുസ്ലിമായ സഹോദരിയും സഹോദരനും കരുതിക്കൂടാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിർബന്ധമായും അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരം അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമയാണ്, കടപ്പാടാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് ബുദ്ധിസ്ഥിരതയില്ലാത്തവർക്കും മാത്രമേ, പ്രായപൂർത്തിയാകാത്തവർക്കും മാത്രമേ ആ നിർബന്ധിത ഒഴിവാകുന്നുള്ളൂ. അത് തീർച്ചയായും എല്ലാ സഹോദരങ്ങളും സഹോദരിമാരെയും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്.